നൗഷാദിൻ്റെ കുത്തിത്തിരിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സംഭവം വിലപ്പോകുന്നൊന്നുമില്ല കേട്ടോ. ഇതാ വേറൊരു കോലത്തിലുള്ളൊരു കുത്തിത്തിരിപ്പും കൂടി. കിതാബ് മഹാനായ പേരോട് ഉസ്താദ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കിതാബിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മാത്രല്ല ഇയാൾ പറയുന്നുണ്ട് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോളൂ. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞോ നൗഷാദേ? അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞോ? പേരോട് ഉസ്താദ് പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ചെറിയൊരു ഭാഗം ഇജ് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുന്നേ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതായാലും ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. അബ്ദുൽ കരീമുൽ ജീലിയുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എൻ്റെ കോട്ടിമാറ്റലാണ്, ഇതെൻ്റെ സ്വഭാവമാണ്. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് സുലൈമാൻ ഉസ്താദ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു വാക്കുപയോഗപ്പെടുത്തി. ഖുർആൻ പഠിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? നഹ്വും സറഫും. ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? നഹ്വും സറഫും അറിയുന്ന ആളായിരിക്കണം. വെറും ഖുർആൻ പഠിച്ചു മാത്രം പോയാൽ പോരാ. ഖുർആനൊക്കെ ക്ലാസ് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിനൊക്കെ നഹ്വും സറഫും ശരിക്ക് നല്ലവണ്ണം അറിയുന്ന ആളായിരിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ട് എന്ന് സുലൈമാൻ ഉസ്താദ് മുൻ പ്രസംഗത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞെന്താ? അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇജ് പറഞ്ഞ എന്താണ്? അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാ. അങ്ങനത്തെ ഒരു വാക്കേ ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഏതായാലും ബാക്കി ഓൻ പറയട്ടെ, കുറച്ചും കൂടി ഉണ്ട്. ഏതാണ് ഈ ആലിം? അയാൾ ഇമാം അബ്ദുൽ വഹാബ് ഷഹനാനി തങ്ങളുടെ കിതാബ് വായിച്ചിട്ടാ പറയുന്നത് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് ഇതിലുണ്ട്. അബ്ദുൽ കരീമുൽ ജീലിയുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ പേരോട് ഉസ്താദ് എന്താണ്? അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. എൻ്റെ മാതിരി കോട്ടി മാറ്റുന്ന ആളുകൾ നോക്കിയാൽ അതിന് പല അർത്ഥങ്ങളും വെക്കും, പല വേണ്ടാത്തതും വെക്കും. അപ്പോൾ ആയതുകൊണ്ട് അതൊക്കെ ആലിമീങ്ങളോട് ചോദിച്ച് പഠിച്ചിട്ടായിരിക്കണം അർത്ഥം വെക്കേണ്ടത് എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് നോക്കാൻ പാടില്ല, അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു. പാച്ച കളവ്. ഈ കളവിച്ച് പറയാനുള്ള കാരണം എന്താ? കളവിച്ച് പറയാനുള്ള കാരണം അത് ഇജന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇജ് കളവ് പറയാനുള്ള കാരണം എന്താണ്? കള്ളത്തൊരീക്കത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടാൽ, കള്ളന്മാരുമായി ബന്ധപ്പെട്ടാൽ, കള്ളത്തൊരീക്കത്തിൻ്റെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ടാൽ അവരെന്തു ചെയ്യും? ആലിമീങ്ങളെ കുറ്റം പറയും, ആലിമീങ്ങളെ താറടിക്കും, പണ്ഡിതന്മാരെ താറടിക്കും. അതാണോ ഔലിയാ? അതാണോ മശായിഖന്മാർ എന്നൊക്കെ ഇതിൻ്റെ മുന്നേ ചെന്ന് ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ച് വെച്ചിട്ടുണ്ട്. അത് നിന്റെ നെഞ്ചത്തേക്ക് തന്നെയാണ്. അതൊന്ന് കേട്ടു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? അതന്നെയാണ് നൗഷാദെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഈ വലിയ വലിയ പർവ്വതങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെ തെറി പറയുകയാണ്. തെറി പറയുമ്പോൾ എങ്ങനെ ഇത് ഷെയ്ഖാകുക? എങ്ങനെ ഇത് ഷെയ്ഖിൻ്റെ ഓർഡർ പ്രകാരം ആകുക? അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇത് ആദ്യം പറഞ്ഞതാണ്, ഇത് ആദ്യം പറഞ്ഞു വെച്ചതാണ്. ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്? അതന്നെ ഞങ്ങൾ ചോദിക്കണത്. ഇതാണോ ത്വരീഖത്ത്? ഇതാണോ ത്വരീഖത്ത്? ഷെയ്ഖിനെ പറഞ്ഞ കുറ്റം പറഞ്ഞ എല്ലാവരും തെറി പറയാം. ഞങ്ങൾ വിടൂല, ആരാണെങ്കിലും വിടൂല. എ പി അബൂബക്കർ അങ്ങനെയാണ് പറഞ്ഞത്. എ പി അബൂബക്കർ വലിയരാണെങ്കിലും വിടൂല, പൊന്മള അബ്ദുൽ ഖാദർ വലിയരാണെങ്കിലും വിടൂല,
പേരോട് മൊലിയനാണെങ്കിലും വിടൂല. അങ്ങനല്ലേ ഇത് പറഞ്ഞത്? ആ വാക്ക് തന്നെ എൻ്റെ കിബിറത്തിരണ്ട് കരച്ച്, ആ വാക്ക് തന്നെ എൻ്റെ കിബിറത്തിരണ്ട് കരച്ച്. അതൊന്നും തുലാസിലിട്ട് തൂക്കാൻ വരെ കഴിയൂല. അത്രമാത്രം കിബിറാണ് അതിലുള്ളത്. എന്താ പറഞ്ഞിരുന്നത്? സത്യമാണ് ഇപ്പം ഈ പറഞ്ഞത്. ഈ പറഞ്ഞത് സത്യമാണ്. കാരണം അത് എൻ്റെ നെഞ്ഞത്തേക്ക് തന്നെയാണ്. ശരിയാണ്. കാരണം കള്ളന്മാരെ പിന്നിൽ കൂടിയാണ്ട് ആലിമീങ്ങളെ പറയാം. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇപ്പം പറഞ്ഞതാണ്, ഇപ്പം പിടിച്ചതാണ് പുളിങ്കള്ള് തന്നില്ലേ, അതാണ് ഇപ്പം ശരി. അത് ഇബ്ലീസിൻ്റെ ത്വരീഖത്ത് തന്നെയാണ്. അത് ഇബ്ലീസിൻ്റെ ത്വരീഖത്ത് യാതൊരു സംശയവുമില്ല. നല്ലൊരു മശായിഖിൻ്റെ ത്വരീഖത്താണെങ്കിൽ ഈ രൂപത്തിൽ ഒരു ആലിമിനെ പറയാൻ കഴിയൂലടോ. ഒരു ആലിമിനെ പറയാൻ കഴിയൂല. ഒരു ആലിമ് പറയാത്തത് ആലിമിൻ്റെ പേരിൽ വെച്ച് കെട്ടുക. മൗലാന പേരോട് ഉസ്താദ് എൻ്റെ അമ്മാനെ കെട്ടിക്കുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയതാ സുന്നത്ത് ജമാഅത്ത് പറയൽ. ആ സുന്നത്ത് ജമാഅത്ത് പറയുന്ന പണ്ഡിതനെ നീ പറഞ്ഞത്ര വഹാബികൾ പോലും പറഞ്ഞിട്ടില്ല. മനസ്സിലായി എനിക്ക്? വഹാബി ആശയക്കാർ പോലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ വഹാബി ആശയക്കാരെ, പുത്തനാശയക്കാരെ, ജമാഅത്തിനെയാണെങ്കിലും മുജാഹിദിനെയാണെങ്കിലും ഏത് അലവരാതി ടീമിനെയാണെങ്കിലും ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയ പണ്ഡിതനാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. ആ മൗലാന പേരോട് ഉസ്താദിനെ പറഞ്ഞത്ര ദുനിയാവിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല, വഹാബികളും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 1989 സംഘടന പിരിഞ്ഞിട്ട്, സമസ്ത പിരിഞ്ഞിട്ട് എത്രയോ കവലകളായ കവലകളിൽ മുഴുവനും നടന്ന് പ്രസംഗിച്ച ഒരു നേതാവാണ് പേരോട് ഉസ്താദ്. ഒരു നേതാവാണ് കൂറ്റമ്പാറ ഉസ്താദ്. ഒരു നേതാവാണ് പൊന്മള ഉസ്താദ്. ഒരു നേതാവാണ് ഖലീൽ ബുഖാരി തങ്ങൾ. ഇങ്ങനത്തെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നീ പറഞ്ഞതുപോലെ മറു സംഘടനക്കാരും അന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായി എനിക്ക്? മറു സംഘടനക്കാരും ഇതുപോലത്തെ തമ്മാടിത്തരം പറഞ്ഞിട്ടില്ല. അത് ഇജ് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇജ് പറഞ്ഞതാണിത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇജ് ഇബിലീസാണ് എൻ്റെ ഷെയ്ഖ്. ഇബിലീസിനോടൊപ്പം കൂടിയ ആളുകളാണ് എൻ്റെ മശായിഖന്മാർ. അവരുടെ ഓർഡറിലാണ് നീ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൗഷാദിൻ്റെ പ്രസംഗമാണിത്. നമ്മൾ കേട്ടല്ലോ. പണ്ഡിതന്മാരെ പറയാൻ വേണ്ടിക്കൊണ്ട് ഓർഡർ നൽകുന്ന മശായിഖന്മാർ അവരുടെ ത്വരീഖത്ത് ഇബ്ലീസിന്റെ ത്വരീഖത്താണ് എന്നാണ് നൗഷാദ് പറഞ്ഞത്. നമ്മൾ കേട്ടല്ലോ. നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് വന്നാൽ തന്നെ, ഇനി സാധാരണക്കാരൻ എന്നാൽ മൊയിലേരായാലൊക്കെ കളിക്കാൻ ഒക്കെ സാധാരണക്കാരൻ തന്നെ, മശായിഖാണ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അവരിൽ നിന്ന് പറ്റിയ അബദ്ധങ്ങളാണോ ഒരു വഴിയെ, ഒരു മാർഗത്തെ ആരോപിക്കാൻ ഉന്നയിക്കുക? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഇതിൽ പറയാൻ തന്നെ പാടില്ല. അതാ ഷാഫി ഇമാമ് ചെയ്ത പണി. അതാണ് ഷാഫി ഇമാമ് ചെയ്ത പണി. ഷാഫി ഇമാമ് ചെയ്ത പണിയാണത്. പക്ഷേ ഇജ്ജ് ചെയ്യണ പണി അതല്ല. ഇജ്ജ് ചെയ്യണ പണി പണ്ഡിതന്മാർ പേരോട് ഉസ്താദ് എവിടെ പ്രസംഗിക്കുന്നോ അൽഹംദുലില്ലാ ആ പ്രസംഗം എ മുതൽ സെഡ് വരെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ നേതാക്കന്മാർ എവിടെ പ്രസംഗിക്കുന്നുണ്ടോ അത് എ മുതൽ സെഡ് വരെ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് അവനക്ക് 2 ആഴ്ച പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുക. 2 ആഴ്ച പ്രസംഗിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുക. ഇതല്ലേ ചെങ്ങായി എൻ്റെയൊക്കെ പണി? എന്തിനാ ചൊക്കെ തലി കെട്ടിക്കണത്? എന്തിനാ താടി വെച്ചിക്കണത്? വെള്ള തുണിയും വെള്ളക്കുപ്പായം ഇട്ടുകാണ്ട് സ്റ്റേജ് കയറിക്കാണ്ട് പൊന്നാരൻ്റെ കുട്ടി എത്രങ്ങാനും കിതാബ് ഓതിക്കണിച്ച് ആ കിതാബ് ഓതി അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വല്ല ഹദീസ് 40 ഹദീസ് എന്തെങ്കിലും എന്തോ വല്ല ഹദീസ് കൊടുത്തുകാണ്ട് പ്രസംഗിക്കുകയാണെന്ന് വെച്ചാൽ ആ മുന്നിലിരിക്കണ മൊയ്താക്കി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? എൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് മലക്കാക്ക് പണി ഉണ്ടാക്കുക എന്നല്ലാതെ എന്താണിതൊക്കെ സംഗതികൾ? ആലിമീങ്ങളങ്ങനെ തിന്ന് നടന്നിട്ട് എന്താ എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇതിൽ ദുനിയാവോ നഷ്ടപ്പെട്ടു.
കാരണം മുഴുവൻ വിറ്റ് പൊറുക്കി എല്ലാം പൊറുക്കിയാണ്ട് ആൾക്കാരുടെ അടുത്തുനിന്ന് മുഴുവനും കടം വാങ്ങി. ആ മാണൂരുള്ളൊരു ചങ്ങായി ഇന്നലെ വിളിച്ചിന്, പൊന്നാർ ഉസ്താദെ ഓൻ്റെ കഥ ഒന്നും പറയേണ്ട എന്ത് വെച്ചു. എന്നേറ്റ് ബന്ധപ്പെടുന്ന അലവി സക്കാഫി ഉസ്താദുമായി കൊണ്ട് ബന്ധപ്പെട്ട് കാണ്ട അലവി സക്കാഫിൻ്റെ ഒപ്പാണോ എൻ്റെ പെരയിൽ വരുന്നത്. അങ്ങനെ വന്ന് ഓനേറ്റ് കമ്പനി ആയി ഓൻ്റെ സുന്നത്തമായത്തൊക്കെ പറയുന്ന കേട്ടുകാണ്ട് ഓൻ്റെ ഒപ്പം കൂടി. പിന്നെ ഓൻ കാട്ടിയ പണി എന്താ അറിയോ, ഓൻ ഇടയ്ക്കിടയ്ക്ക് വരും, പൈസ ഇങ്ങനെ വാങ്ങും. അങ്ങനെ ഒരിക്കൽ എൻ്റെ അടുത്ത് നിന്ന് 50,000 റുപ്യ വാങ്ങി. 50,000 റുപ്യ വാങ്ങി എപ്പോൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇപ്പോൾ ഓൻ വിളിച്ചാൽ ഫോൺ തന്നെ എടുക്കണില്ല. ഇപ്പോൾ ഓൻ വിളിച്ചാൽ ഫോൺ തന്നെ എടുക്കണില്ല. കാരണം എന്താ, എല്ലാം വിറ്റ് പൊറുക്കി കഴിഞ്ഞിരിക്കണം. പൈസ എല്ലാം മുഴുവൻ കടം ഓരോരുത്തരടുത്തുനിന്നും കടം വാങ്ങിയിട്ട് ഹക്ക് വീട്ടാതെ നടക്കുക. ഹക്കൊന്നും വീട്ടാതെ നടക്കുക, തെറിയും പറഞ്ഞുകൊണ്ട്, ആലിമീങ്ങളെ തെറിയും പറഞ്ഞുകൊണ്ട്. എന്താ ജീവിതത്തിൽ ശുദ്ധി എങ്ങായേ? ഒന്നിരിക്കൽ സാമ്പത്തിക ശുദ്ധിയും ശാരീരിക ശുദ്ധിയും മനുഷ്യനിക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ഇല്ലാതെ എന്താണ് ഇത് മശായിഖന്മാരൊപ്പം കൂടിയിട്ട് എനിക്ക് കാര്യം? ഇത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരാളെങ്ങാനും പിഴച്ചാൽ അത് നാളെ മാഷറയിൽ ഇത് മറുപടി പറയേണ്ടി വരും. ഇത് നല്ലോണം ആ കാട്ടുകള്ളൻ്റെ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ച് ഷെയ്ത്താൻ ഊതിയ വെള്ളം കുടിച്ച് കണ്ട് എന്ത് ചെയ്തു? ഷെയ്ത്താനായി. എൻ്റെ മേത്തുകൂടി അന്ന ഷെയ്ത്താൻ എജിരി ബിനബിനി ആദമ മജറദ്ദമി, എൻ്റെ ശരീരത്തിലൂടെ ആകെ രക്തം കലങ്ങി. അപ്പം എനിക്ക് ആലിമീങ്ങളെ തെറി പറയലാണ് ഇപ്പം എൻ്റെ പണി. ഈ ആലിമീങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് എന്നുള്ള ജനങ്ങളിപ്പോൾ പറഞ്ഞത്. ഇതാ ഒന്നുകൂടി കേട്ടോളി ഓൻ പറഞ്ഞത്. ഇതിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. കേട്ടില്ലേ? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ് എല്ലാരും തെറി പറയാം, അതാണോ ത്വരീഖത്ത്? അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. ആരാ പറഞ്ഞത്? നൗഷാദ് തന്നെ ഈ പറയുന്നത് കേട്ടോ. ഓൻ തന്നെ പറയണം. ഓൻ മലനിർന്ന് കണ്ട് തുപ്പ, ഓൻ തന്നെ കുടിച്ച, ഇതന്നെ ഓൻ്റെ പണി. ഇവനേക്കാൾ വലിയ ശൈത്താൻ ലോകത്ത് വേറെ ആരാണ്? ഉറപ്പല്ലേ? അതോ യാതൊരു സംശയമല്ല. ഇവനേക്കാൾ വലിയ ശൈത്താൻ ലോകത്ത് വേറെ ആരുമില്ല. ഇവനേക്കാൾ വലിയ ശൈത്താൻ ലോകത്ത് വേറെ ആരുമില്ല. ഓൻ തന്നെ ഏറ്റവും വലിയ ശൈത്താൻ. പിന്നെ രണ്ടാമത്തെ ശൈത്താൻ ഇജും, പിന്നെ ബാക്കി എൻ്റെ കുഞ്ഞേമതും, അതുപോലെ തന്നെ എൻ്റെ മറ്റേ കാട്ടുകള്ളന്മാരും, ഇവരൊക്കെ തന്നെ ശൈത്താന്മാർ. ഒരാദ്യം AP ഉസ്താദിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദ്വാ ചെയ്തിട്ട്, അല്ലോ AP ഉസ്താദിന് ദ്വാരക്കണുണ്ട്, കേട്ടോളിക്കട്ടോ. ഞങ്ങളോട് എന്റെ വലിയായ കുത്തുബുലാലമു പറഞ്ഞതാണ് എന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങനെയുണ്ട്. കണ്ടങ്ങള് ഇവരുടെ കുത്തുബുല്ലാലം ഇവരോട് പറഞ്ഞതാണ്, ദീനിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിക്കൊണ്ട് ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം നിൽക്കണം കേട്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകാണ്ട് ഇനി കരയാണ്. ദ്വാ ചെയ്യുമ്പോൾ പെരും കരയാണ്. പൊന്നാര സുഹൃത്തെ, അതിൽ നിന്നാ പോരായിരുന്നില്ലേ? എന്തിനാണ് ഈ ഫസാദിന് മെനക്കെട്ടത്? അവരെ തടലിനകം ഒരുപാട് കണ്ണന്മാരെ രക്ഷിക്കണോ സ്ഥാപനങ്ങളെ ഇങ്ങനൊക്കെ ദ്വാരന്ന് കണ്ണിമ്പീറ്റ ദ്വാരക്കണം കേട്ടോ. കണ്ണിമ്പീകാണ്ട് ദ്വാരന്ന് കരഞ്ഞ് കണ്ണ് ചിന്തിപ്പിക്കാണ്ട് ദ്വാരക്കുന്നതിൻ്റെ ഇടയിൽ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി. അങ്ങനെ ആരോ ചാരിയപ്പോൾ ലൈറ്റ് ഓണായി. ലൈറ്റ് ഓണായും പാട് ദ്വാരൻ്റെ അവസാനം പറയുന്ന വാക്കൊന്ന് കേട്ടോ നോക്കി. കള്ളുടിയന്മാർ പറയുന്ന വാക്കാട്ടോ. കേട്ടില്ല നിങ്ങള്? ഏത് അവനാണ്? എന്താ ചെയ്യുക? റബ്ബലാലമീനായ തമ്പുരാനെ ദ്വാരക്കുന്നതിൻ്റെ അടിയിലാണ് ഇതൊക്കെ. ഇതാ ഷെയ്ഖ്, ഇതാ നൗഷാദിൻ്റെ ഷെയ്ഖ്. ഓൻ ഷെയ്ഖിൻ്റെ ഒപ്പം തന്നെ കൂടിക്ക പൊന്നാര നൗഷാദ് എജും കുഞ്ഞാമും പമ്പേസും തന്നെ മതി.
ഞങ്ങൾ ആരും അയക്കില്ല മോനെ.